ഞങ്ങളുടെ ഇന്നത്തെ യാത്ര KL ടവറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് 421 മീറ്റർ ഹൈറ്റ് ഉള്ള ടവറാണ്. ഇവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്കും സ്കൈ ബോക്സ് ഒക്കെ ഉണ്ട്. ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യുന്ന റെസ്റ്റോറൻറ്റും ഉണ്ട്. പക്ഷെ ഇവിടെ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ടിക്കറ്റ് ഒന്നും എടുത്ത് കയറിയില്ല, നൈറ്റ് വരാൻ തീരുമാനിച്ചു. ഫോറസ്റ്റ് റിസർവിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു ടവറാണ് ഇത് കേട്ടോ. ബുക്കിറ്റ് നാനാസ് ഫോറസ്റ്റ് റിസർവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഫോട്ടോസ് എടുക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ KLCC അക്വേറിയം കാണാനാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ KLCC അക്വേറിയം. 60,000 സ്ക്വയർ ഫീറ്റ് സ്ക്വയറിലാണ് ഈ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 90 മീറ്റർ ട്രാൻസ്പെറൻറ്റ് ടണൽ വാക്ക് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല തരത്തിലുള്ള ഫിഷസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ലെങ്തി ആയി പോകും. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള മീനുകളൊക്കെ ഞങ്ങളിവിടെ കണ്ടു കേട്ടോ. 1.25 മണിക്കൂർ വേണം ഇതൊന്ന് കണ്ടു തീർക്കാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ പോയത് ട്വിൻ ടവർ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ട്വിൻ ടവർ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നിന്നാണ് പലരും ഫോട്ടോസ് എടുത്തുകൊണ്ട് പോകുന്നത്. ഞങ്ങളും എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ. Then we have gone to a chocolate factory. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ് ഉണ്ട്. അവർ നമുക്ക് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാനും തരും. ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങാം. കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ. ഇത് ഇവിടുത്തെ രാജാവിൻ്റെ പാലസാണ്. മലേഷ്യയിൽ രാജാവും പ്രൈം മിനിസ്റ്ററും ഉണ്ട്. രാജാവ് എന്ന് പറയാൻ നമ്മളുടെ ഇവിടുത്തെ പ്രസിഡന്റ് പോലെ. ആക്ച്വലി നമ്മളുടെ ഇവിടെ പ്രൈം മിനിസ്റ്റർ ആണല്ലോ ഭരിക്കുന്നത്. അവിടെ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററാണ് ഭരിക്കുന്നത്. പ്രൈം മിനിസ്റ്ററിൻ്റെ കാര്യാലയം ഇവിടെയല്ല, അത് പുത്രജയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ രാജാവിൻ്റെ പാലസിലേക്ക് നമുക്ക് അകത്തേക്കൊന്നും കയറാൻ സാധിക്കില്ല കേട്ടോ, പുറത്ത് നിന്ന് കാണാനേ സാധിക്കും. ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ഇവിടെ ഗേറ്റിൻ്റെ മുന്നിൽ 2 കുതിരകൾ നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ മുന്നിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. 6 മണിക്കൂറാണ് കുതിരകളുടെ ഡ്യൂട്ടി ടൈം. അവർ 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത ടീം എത്തി. ഇവരിവിടെ വന്ന് കുറച്ച് പരേഡ് പോലെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന കുതിരകൾ ഇങ്ങോട്ട് വന്നു. ഈ വന്ന കുതിരകൾ അവിടെ പോയി അവരുടെ ഡ്യൂട്ടിക്ക് സ്ഥാനം ഏറ്റെടുത്തു. വേറെ രാജ്യത്തെ പ്രൈം മിനിസ്റ്റേഴ്സോ അതുപോലെ തന്നെ എന്തെങ്കിലും വിരുന്ന് സൽക്കാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഈ രാജാവിൻ്റെ വസതിയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. അവിടെ കുതിരകളിൽ നിൽക്കുന്നത് പോലെ തന്നെ 2 കാവൽക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. കുതിരകൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി, പക്ഷെ കാവൽക്കാർ സ്റ്റിൽ അവർ തന്നെയാണ്. അവർക്ക് ഇതൊന്നും ബാധകമല്ലേന്നാവും. ചിലപ്പോൾ അവരുടെ ഡ്യൂട്ടി ടൈം വേറെ ആയിരിക്കും, അറിയില്ല. കുതിരകൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോയി. നമ്മൾക്ക് അകത്തേക്കൊന്നും കയറാൻ സാധിക്കില്ല കേട്ടോ. പുറത്തുനിന്ന് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവാം. ഈ കാണുന്നതാണ് ആസിയാൻ ഗാർഡൻ. ഇവിടെ 5 ശില്പങ്ങളുണ്ട്. ഇത് ആസിയാൻ റീജിയനിലെ പല ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. തടി, മാർബിൾ, ഇരുമ്പ്, മുള എന്നിവയിൽ പ്രൈസ് നേടിയ ശില്പങ്ങളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇവിടുത്തെ നാഷണൽ മോണുമെൻ്റ് കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സോൾജേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടുത്തെ ഈ നാഷണൽ മോണുമെൻ്റ് പണിതിരിക്കുന്നത്.
7 സോൾജിയേഴ്സിനെയാണ് ഈ മോണുമെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലേഷ്യൻ എമർജൻസിയിലും 2ാം ലോക മഹായുദ്ധകാലത്തും പോരാടിയ സോൾജിയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബ്രോൺസ് ഫ്രീ സ്റ്റാൻഡിംഗ് സ്കൾപ്ചർ ഗ്രൂപ്പാണ് ഈ മോണുമെൻറ്റ്. ഇതിൻ്റെ പേര് ടുഗു നെഗാര നാഷണൽ മോണുമെൻ്റ് എന്നാണ് കേട്ടോ. ഞങ്ങൾ ചുറ്റും മുഴുവൻ കറങ്ങി കാണുകയാണ് കേട്ടോ. ഞങ്ങൾ പാക്കേജ് ആയതുകൊണ്ട് ഇവിടെ അവർ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് പോവുകയും ചെയ്തിരുന്നു കേട്ടോ. ഗ്രാബ് ആപ്പ് വഴിയിട്ടാണ് ഞങ്ങൾ ക്യാബ്സ് ബുക്ക് ചെയ്തിരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7 തൊട്ട് 10 വരെയും വൈകിട്ട് 4 തൊട്ട് 7 വരെയും ക്യാബ് റേറ്റിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ട്രാഫിക്കും കാര്യങ്ങളും അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത്. അല്ലാത്ത സമയങ്ങളിൽ റേറ്റ് കുറവായിരിക്കും. ഗ്രാബ് ആപ്പ് വഴി തന്നെ നമുക്ക് ഫുഡും നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ടൂർ പാക്കേജ് എടുത്തത് ഈസ്റ്റ്മാൻ ടൂർസ് ആൻഡ് ട്രാവൽസിൽ നിന്നാണ്. അവരിവിടെ മലേഷ്യയിലുള്ള ട്രാവൽ ബഡ്ഡി എന്ന് പറഞ്ഞൊരു ടീമായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ട്രാവൽ ബഡ്ഡിക്കാരാണ് നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. നൈറ്റ് ഞങ്ങൾ KL ടവറിൻ്റെ സ്കൈ ടെറസിൽ പോയിട്ടോ. ഇവിടെ കയറാനായിട്ട് അഡൽട്ട്സിന് 140 റിങ്കറ്റും കുട്ടികൾക്കും പിന്നെ സീനിയർ സിറ്റിസൻസിനും 80 റിങ്കറ്റുമാണ് വരുന്നത്. Sol y arena, oh so bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuélvete loco, don't stop now. നൈറ്റ് ഫുഡ് ഞങ്ങളിവിടെ ശരവണ ഭവനിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് നടക്കാനൊക്കെ ഇറങ്ങി. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ട്രീറ്റാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ ആയിരുന്നു. ബാക്കി പലയിടത്തും 10 മണി 11 മണിക്കുള്ളിൽ തന്നെ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. ഇവിടെ അത്യാവശ്യം ക്രൗഡഡ് ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് വേറെ ഒന്നും ട്രൈ ചെയ്യാനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒരു ബോബ ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ നടന്നു. അങ്ങനെ ഇന്നത്തെ രാത്രി കഴിഞ്ഞു. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.